എല്ലാ മഹത്വവും സർവശക്തനായ ദൈവത്തിന്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കൂട്ടുകാർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് കൂട്ടുകാരോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായ വ്യക്തിയാണ് ഞാൻ മാരിയോ ജോസഫ്. അതിൽ ഈ കഴിഞ്ഞ ഒരു 8-9 വർഷക്കാലങ്ങളിലായി തുടരെ എനിക്കെതിരെ വരുന്ന ഒരു വിവാദമാണ് എൻ്റെ പഠനത്തിൽ ഒരുപാട് തെറ്റുണ്ട് എന്ന്. അതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് അള്ളാഹുവും യഹോവയും ഒന്നാണെന്ന് ഞാൻ പറയുന്നു. ആദമും നൂഹും നോഹയും ഇബ്രാഹിമും അബ്രഹാമും ഇസ്മായിലും അതുപോലെ തന്നെ ഈസായും യേശുവും ഒക്കെ ഒരാളാണെന്ന് ഞാൻ പറയുന്നു എന്നതാണ് ബേസിക് പ്രശ്നം. ഇതിനെ ചൊല്ലിയാണ് ഒരുപാട് ഗ്രൂപ്പുകളിൽ അന്തിച്ചർച്ചകളായും രാത്രി മൊത്തം ചർച്ചകളായും പകൽ ചർച്ചകളായും എന്തുമാത്രം ഗ്രൂപ്പുകളിലാണ് വിഷയങ്ങളെന്നറിയാം. അപ്പോൾ സത്യത്തിൽ ഈ വിഷയത്തിൽ എൻ്റെ നിലപാടെന്താണ് അറിയാനൊരാഗ്രഹം ഉണ്ടാകും കുറേ പേർക്ക്. ഞാനിന്ന് സംസാരിക്കുന്നത് ഇതാണ് വിഷയം. അള്ളാഹ്, യഹോവ, ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ ഒക്കെയാണ് സബ്ജക്റ്റ്. അല്പം നീണ്ടുപോകും, നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം കേട്ടോ. ഈ ഒരു ക്ലാസ്സിനകത്ത് എൻ്റെ ചില ശബ്ദത്തിൻ്റെ ഈണവും അതുപോലെ തന്നെ ആക്ഷനും ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാക്കൊക്കെ നിങ്ങൾ ചിലരെ വേദനിപ്പിച്ചെന്ന് വരാം. ഞാൻ ആദ്യം പറയാണ്, ചിലരെ വേദനിപ്പിച്ചെന്ന് വരാം. ചിലതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതും ചിലത് അറിയാതെ വരുന്നതുമാണ്. എന്തിനാണ് ഈ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മറുപടി പറയാം. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അതിൽ 59 മിനിറ്റും ഞാൻ നല്ലത് മാത്രം പ്രസംഗിക്കുകയും 1 മിനിറ്റ് ഇച്ചിരി വേദനിപ്പിച്ച് പ്രസംഗിക്കുകയും ചെയ്താൽ നിങ്ങൾ ഓർക്കുന്നത് 59 മിനിറ്റ് ആയിരിക്കില്ല, ആ 1 മിനിറ്റ് ആയിരിക്കും. അല്ല, അങ്ങനെയല്ലേ? നമുക്ക് മനസ്സിൽ തറച്ചു നിൽക്കുന്നത് ഇച്ചിരി വേദനിച്ചപ്പോൾ കേട്ടത് അല്ലെങ്കിൽ വേദനിപ്പിച്ചപ്പോൾ അനുഭവിച്ചത് കേട്ടതൊക്കെ മനസ്സിൽ തറച്ചു നിൽക്കുക. അപ്പം അങ്ങനെ കണ്ടാൽ മതി. മനഃപൂർവ്വം ദൈവത്തിൻ്റെ ഒരു മക്കളെയും വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്, മാപ്പാക്കണം. മറ്റൊന്ന്, ഈ ക്ലാസ് നിങ്ങൾ മുഴുവനും കേട്ട് കഴിഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒന്ന് 100% തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും എന്നെ തിരുത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്താൽ ധൈര്യമായിട്ട് തിരുത്താം. ഞാൻ ആഗ്രഹിക്കുന്നത് നേരിട്ട് നിങ്ങൾക്ക് ഫിലോക്കാലിയുടെ ഓഫീസിൽ വരാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. അതായത് വിശ്വാസപരമായി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യനാണ് മാരിയോ ജോസഫ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ ക്ലാസ് ഒരാളും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ട്രോളി അപ്ലോഡ് ചെയ്യരുതെന്ന് ഒരു വിനയ അഭ്യർത്ഥനയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഓർക്കുക, അയാൾ യഥാർത്ഥ ചതിയനും വഞ്ചകനും ഇതൊക്കെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ടോക്കിനെ ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് ഒരു വ്യാഖ്യാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കാം. ഇതിൻ്റെ പകുതി മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വ്യാഖ്യാനിക്കരുതെന്ന് ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ക്ലാസ് ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചാൽ സകല ക്രിസ്ത്യാനികൾക്കും ഉപകാരപ്പെടും. അതിന് കത്തോലിക്കരെന്ന് മാത്രമല്ല, കത്തോലിക്കരിൽ തന്നെ ലത്തീൻ സഭയാണെങ്കിലും മലങ്കര സഭയാണെങ്കിലും സിറോ മലബാർ സഭയാണെങ്കിലും, ഇനി അകത്തോലിക്കരായി നമ്മൾ എടുക്കുമ്പോൾ മാർത്തോമ, യാക്കോബായ, ഓർത്തഡോക്സ് ഒക്കെ ആണെങ്കിലും, ഇനി ഇതൊന്നും അല്ലാതെ ഇഷ്ടംപോലെ ഇൻഡിപെൻഡൻറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളുണ്ട്. അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന എല്ലാവരും നിർബന്ധം കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ഈ ക്ലാസ് ഒരിക്കലും എനിക്കെതിരെയുള്ള ആരോപണത്തിന് മറുപടി അല്ല കേട്ടോ. ഐ റിപ്പീറ്റ്, എനിക്കെതിരെ പലരും സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടിയല്ല. ആരോപണങ്ങൾ ഉന്നയിച്ചവരൊക്കെ എനിക്ക് നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചിലരുടെ ആരോപണം വഴി എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലരുടെ ആരോപണങ്ങൾ വഴി എന്നെ അറിയാത്തവർ അറിയാനിടയായിട്ടുണ്ട്. അതുമൂലം ഒരുപാട് സഹായങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേയും കൂടെ എന്നെ പോപ്പുലറാക്കി തന്നു. നെഗറ്റീവിലൂടെയാണ് നിങ്ങൾ ചെയ്തതെങ്കിലും അതെനിക്ക് കുറച്ചും കൂടെ പോസിറ്റീവായ ഇമ്പാക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചവർക്കും ദ്രോഹിച്ചവർക്കും നന്ദിയെ പറയാനുള്ളൂ. എനിക്ക് ആരോടും പിണക്കവും വിഷമമൊന്നുമില്ല. പക്ഷെ അതേസമയം ഈ ക്ലാസ് അങ്ങനെ അല്ലാന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. ആരോപണം ഉപയോഗിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം കടുത്ത അസൂയയാണ്. ഐ റിപ്പീറ്റ്, കടുത്ത അസൂയ. അതായത് ഞാൻ എന്നാണോ ഈ ശുശ്രൂഷ രംഗത്ത് വന്നിരിക്കുന്നത് അന്ന് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകർ അന്നും ഇന്നും ഒരേ സ്ഥലത്ത് നിൽക്കുന്നു. മാരിയോ ജോസഫ് വളരെ സ്പീഡായി മുന്നോട്ട് കുതിച്ചുകൊണ്ടുപോയി. ഞാൻ പോയതല്ല, എന്നെ പരിശുദ്ധാത്മാവ് നയിച്ചതാണ്. ഒന്നും മലയാളം പോലും നന്നായി എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് 10 ഭാഷകൾ പഠിപ്പിച്ചു. കേരളത്തിൽ, അതായത് വയനാട് വിട്ട തൃശ്ശൂർ അല്ലാതെ വേറൊരു നാട് കാണാത്ത എന്നെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെന്റിലും സഞ്ചരിപ്പിച്ചു. ഒന്നും ആയിരുന്നില്ലാത്ത എന്നെ കൊണ്ട് 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭവനവും സ്ഥലവും മരുന്നും ഹോസ്പിറ്റൽ ചികിത്സയും മക്കളുടെ പഠനവും എന്ന് വേണ്ട
ഒരുപാട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഉപകാരമുള്ള തരത്തിൽ ദൈവം എന്നെ വളർത്തിയപ്പോൾ എൻ്റെ കൂടെ ഓടിയെത്താൻ പറ്റാത്തവർ ഉപയോഗിച്ച ആയുധമാണ് പലപ്പോഴും എനിക്കെതിരെയുള്ള അപഖ്യാതികൾ പറഞ്ഞു വരുത്തുക എന്നത്. അത് സങ്കടമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ കർത്താവ് മുന്നേ പറഞ്ഞായിരുന്നു, എന്നെ പ്രതി സകലരും നിങ്ങൾക്കെതിരെ അപഖ്യാതി പറഞ്ഞ് പരത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണം എന്നാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരാണോ പ്രത്യേകിച്ച് തരംഗമായി നിൽക്കുന്നത്, അയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇയാളുടെ ബന്ധങ്ങളെയും ഇയാളെ ശ്രദ്ധിക്കുന്നവരെയും പിടിച്ചെടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരുക എന്ന ഒരു കുതന്ത്ര പരിപാടി സോഷ്യൽ മീഡിയയിലുണ്ട്. അതെനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഭയങ്കര വിവാദം ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വയനാട്ടിൽ തറക്കല്ലിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ആദ്യമായിട്ട് വീടുകൾക്ക് തറക്കല്ലിട്ടു, 25 വീടുകൾക്ക്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായി നിന്നപ്പോൾ പിറ്റേന്ന് മുതൽ എന്നെ ഇങ്ങനെ കല്ലെറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം കുറേ ഹാഷ്ടാഗ് കിട്ടി, കുറേ വ്യൂസ്. അതായത് 200 വ്യൂസ് ഉണ്ടായിരുന്ന ചാനലിൽ എനിക്കെതിരെ ഒരുത്തം വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും 40,000 വ്യൂസായിട്ട് 2 ദിവസം കൊണ്ട് മാറി. അപ്പോൾ പിന്നെ അവൻ അടങ്ങിയിരിക്കുമോ? ഇതാണ് ഒരു തന്ത്രം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, എന്തിനാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും എനിക്ക് മനസ്സിലായത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ലാഞ്ഞിട്ടായിരിക്കും. ഐ റിപ്പീറ്റ്, ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കണമെന്നില്ല. ചിലർ എനിക്ക് ഇവന് വേറെ പണിയൊന്നുമില്ല, എന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം ഇതിൻ്റെ മുമ്പുള്ള ഒരു ആരോപണം കേൾക്കാത്ത ആളാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോഴും നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കും, കുറ്റപ്പെടുത്തലുകൾ നടത്തും, മോശമായി പറഞ്ഞ് നടത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവരോട് നമ്മൾ പൂർണ്ണമായി ക്ഷമിക്കും, കാരണം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ആരോപണങ്ങൾക്കുള്ള മറ്റൊരു കാരണം അഹങ്കാരം മൂത്ത ജനങ്ങളാണ്. അതായത് നിങ്ങൾ തന്നെ കണ്ടു കാണും, ഈ മേത്തൻ സമുദായത്തിൽ നിന്ന് വന്ന, മേത്തൻ എന്ന് പറഞ്ഞാൽ കളിയാക്കി വിളിച്ചതാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അതിൻ്റെ ഒറിജിനൽ അർത്ഥം മേൽത്തരക്കാരൻ എന്നാണെന്നാണ്. അപ്പോൾ മേൽത്തരക്കാരൻ സമുദായത്തിൽ നിന്ന് വന്ന ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ ആരാണ്? നമുക്ക് വൈദികരില്ലേ, നമുക്ക് ബിഷപ്പ്മാരില്ലേ, നമുക്ക് ആർച്ച് ബിഷപ്പ്മാരില്ലേ, നമുക്ക് കർദിനാൾമാരില്ലേ, നമുക്ക് മാർപ്പാപ്പയില്ലേ, പിന്നെ ഇവൻ ആരാടാ നമ്മളെ പഠിപ്പിക്കാൻ? ഒരു തരം അഹങ്കാരം കൊണ്ടാണ് ഞാൻ എന്ത് പറയുമ്പോഴും അതിനെ പിച്ച് ചീന്തി വ്യാഖ്യാനിച്ച് കുറ്റപ്പെടുത്തി നാണം കെടുത്താൻ നടക്കുന്ന ഒരു ശ്രമം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാകാം, തെറ്റാകാം, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. മറ്റൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത് കടുത്ത ജാതിവെറിയാണ്. അതായത് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിച്ച് എന്നെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും അറപ്പോടെ എൻ്റെ പേരൊക്കെ ഉച്ചരിക്കാനും ഒരുപാട് സുവിശേഷകർ തുനിയുന്നതിൻ്റെ പ്രധാന കാരണം കടുത്ത ജാതിവെറിയാണ്. അതായത് ഇവർക്ക് ഇസ്ലാമോഫോബിയ ഇങ്ങനെ വളർന്ന് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയി എന്നതുകൊണ്ട് എന്നെയും വെറുക്കുന്നു. ഐ റിപ്പീറ്റ്, ഞാൻ ജനിച്ചു പോയി അവിടെ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ചോയ്സ് അല്ല. എനിക്ക് ബോധം വെച്ച് 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ ഞാൻ അവിടുന്ന് മാറിയ ഒരാളാണ്. പക്ഷേ എങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇവൻ എങ്ങനെ പോയാലും അത് തന്നെയാണെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് കടുത്ത ജാതി വരികയാണ്, അതിനകത്ത് ഒരു ദൈവികതയില്ല. പിന്നെ എന്നെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ കുറേ മുസ്ലിമീങ്ങളെ കാണാം. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ ഉപദ്രവിക്കാൻ മുസ്ലിമീങ്ങൾ തുനിഞ്ഞിറങ്ങുന്നതിൻ്റെ കാരണം ഞാൻ അവരുടെ മതത്തിൽ നിന്ന് മാറി ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞതെല്ലാം നമ്മുടെ സ്വന്തം സമുദായത്തിൽ, ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ഉപദ്രവത്തെക്കുറിച്ചാണ്. കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ ഉപദ്രവമുണ്ട്. അതുകൂടാതെ നിരീശ്വരവാദികൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കൽ ഡോക്ടർ സൗമ്യ സെറിൻ എന്തോ ഏവുപ്രാസി അമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തോ ഒരു സയൻറ്റിഫിക്കലി റോങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം ഞാൻ അവരുടെ സയൻറ്റിഫിക്കൽ കാഴ്ചപ്പാട് തെറ്റാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടേണ്ടി വന്നു. അത് ഈ നിരീശ്വരവാദികളെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു. എന്തിനേറെ അവർ വിവരാവകാശ കമ്മീഷനിൽ എനിക്കെതിരെ ഒരു കേസ് വരെ കൊടുത്തെന്നുള്ളതാണ്. അപ്പം നോക്കിയ കുറച്ച് നിരീശ്വരവാദികളും കുറേ മുസ്ലിമീങ്ങളും പിന്നെ കുറേ കത്തോലിക്കരും അകത്തോലിക്കരുമായ സഹശുശ്രൂഷകർക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങളുമെല്ലാം ചേർന്നാണ് എന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു പരുവത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ അറിവില്ലാതെ ഒരു രോമം പോലും കൊഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് എന്തോ നല്ലൊരു ലക്ഷ്യവും പദ്ധതിയും ഉണ്ട് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇതുവരെ എന്ത് സംഭവിച്ചു എന്നോർത്ത് ദുഃഖിക്കുന്നവനല്ല മാരിയോ, മറിച്ച് ഇതുവരെ സംഭവിച്ചത് ഉപയോഗിച്ച് ദൈവം ഇനി എത്രമാത്രം മഹത്വപരമായ കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് തിരിച്ചറിയുന്നവനാണ് മാരിയോ. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരിപ്പോൾ ചിന്തിക്കും, ഇത്രയൊക്കെ ആമുഖം കൊടുത്തിട്ട് ഇയാൾ എന്തായി പറയാൻ പോകുന്നത്, എന്ത് ക്ലാസ് എടുക്കാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട അറിവാണ്. ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും ഭാരതത്തിലാണ്. ഈ ഇന്ത്യയുടെ ഒരു ഗുണം അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതത്തെക്കുറിച്ചും നിങ്ങൾക്ക് പ്രസംഗിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രവും നിങ്ങൾക്ക് പ്രസംഗിക്കാം, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായുമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ എനിക്കും ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. അറിവ് നമുക്ക് പരിണാമം വഴിയാണ് സംഭവിക്കുന്നത്. എല്ലാത്തിനും പരിണാമം ഉണ്ടോ ഇല്ലയോ എന്നല്ല ചർച്ച ചെയ്യുന്നത്, അറിവിൽ പരിണാമമുണ്ട്. ഉദാഹരണത്തിന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 40 വയസ്സുള്ള ഒരു ചേട്ടനെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 15 വയസ്സുള്ളപ്പോൾ ഫോണ് കയ്യിലുണ്ടായിരുന്നോ?
അന്ന് ഗൂഗിളിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയായിരുന്നോ? നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ അറിയായിരുന്നോ? ആ അറിവിൽ വന്ന പരിണാമം കണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച് ഭയങ്കര പരിണാമമാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയേ, എൻ്റെ കണ്ണൊരാൾ കുത്തിപ്പൊട്ടിച്ചാൽ ഞാൻ അവനെ കൊല്ലുന്നൊരു സമയമായിരുന്നു. അറിവിൽ അപ്പോഴേക്കും മോശയുടെ കാലത്ത് വന്നൊരു പരിണാമം വരികയാണ്, കണ്ണിന് കണ്ണ് മതി, കണ്ണിന് കൊല വേണ്ട. ആ പരിണാമം ഈശോയിൽ എത്തുമ്പോഴേക്ക് കണ്ണിന് കണ്ണും വേണ്ട, കണ്ണിന് കൊലയും വേണ്ട, മറിച്ച് ഒരു കർണം തടിച്ചാൽ മറുകർണം കാണിക്കണം എന്നുള്ള ഒരു പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഈ അറിവിൽ ഇങ്ങനെ പരിണാമം ഉള്ളത് കൊണ്ട് എനിക്ക് ആത്മീയ കാര്യങ്ങളിലുള്ള അറിവിലും എന്നിൽ ഒരുപാട് പരിണാമം സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ന് എൻ്റെ കാഴ്ചപ്പാട് നാളെ മാറിയിട്ടുണ്ട്, നാളത്തെ കാഴ്ചപ്പാട് മറ്റന്നാൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ തെറ്റുകാരനായതുകൊണ്ടല്ല. ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. ഇതാർക്കും സംഭവിക്കാം, മാരിയോയ്ക്ക് മാത്രമല്ല. എനിക്ക് ക്രിസ്ത്യാനിറ്റി ഇസ്ലാമുമായുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ എന്നിൽ നടന്ന പരിണാമങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞു വരുന്നത്. ഒന്ന്, ഞാൻ ജനിച്ചു വളർന്നത് മുസ്ലിം കുടുംബത്തിലായതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളും എൻ്റെ മതഗുരുക്കന്മാരും എന്ന് പറഞ്ഞാൽ മുഅല്ലിമീങ്ങളും മദ്രസ അധ്യാപകർ, എൻ്റെ കാറ്റഗിസം ടീച്ചേഴ്സും എൻ്റെ മാതാപിതാക്കളും എന്നെ പഠിപ്പിച്ചത് ബൈബിളിൽ പഠിപ്പിക്കുന്ന പിതാവായ ദൈവം തന്നെയാണ് ഖുർആൻ വിളിക്കുന്ന അള്ളാഹ് എന്നാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ബൈബിളിലുള്ള ആദമാണ് ഖുർആനിലെ ആദം, ബൈബിളിലുള്ള നൂഹാണ് ഖുർആനിലെ നോഹ, ബൈബിളിലുള്ള ഇബ്രാഹിമാണ് ഖുർആനിലെ ഇബ്രാഹിം, ബൈബിളിലുള്ള യോനയാണ് ഖുർആനിലെ യൂനുസ്, ബൈബിളിലുള്ള മോശയാണ് ഖുർആനിലുള്ള മൂസ, ബൈബിളിലുള്ള യേശുവാണ് ഖുർആനിലുള്ള ഈസ എന്ന് തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ അങ്ങനെയാണ് കുട്ടിക്കാലത്ത് വിശ്വസിച്ചത്. ഇതിൽ ഇനിയിപ്പോൾ നിങ്ങൾ എത്ര എന്നെ തെറി പറഞ്ഞാലും, എത്ര എന്നെ കൂക്കി വിളിച്ചാലും, എത്ര എന്നെ നിങ്ങൾ തൂക്കിലേറ്റിയാലും, എന്നെ ഇഞ്ചിഞ്ചായി ചതച്ചാലും, ആ സമയത്തും എൻ്റെ ചോര പിടഞ്ഞുകൊണ്ട് പറയും എന്നെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. എന്നാൽ പിന്നെ അങ്ങനെ കുട്ടിക്കാലത്ത് പഠിച്ച നീ പിന്നെ എന്തിന് ക്രിസ്ത്യാനിയായി എന്നല്ലേ ചിലപ്പോൾ മനസ്സിൽ ചിന്ത വരിക. അതിൻ്റെ കാരണം പറയാം. ഒരു സ്ഥലത്ത് വെച്ച് ഈസാ നബി വെറും ഒരു പ്രവാചകനാണ് എന്ന് ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈസാ നബി വെറും പ്രവാചകനാവൂലല്ലോ, കാരണം അങ്ങേര് അപ്പനില്ലാതെ ജനിച്ചെന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അങ്ങേര് കുഞ്ഞു പ്രായത്തിൽ സംസാരിച്ചെന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അങ്ങേര് ചെളി കൊണ്ട് പക്ഷി ഉണ്ടാക്കിയെന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അങ്ങേര് സ്വർഗത്തിലേക്ക് പോയതാ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, വീണ്ടും വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾ ജനിച്ചിട്ട് മരിക്കാണ്ട് 2024 വർഷമായിട്ടും ജീവിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യനാണോ? അങ്ങനെ എന്നെ ഒരുപാട് കുഴക്കിയപ്പം സത്യത്തിൽ ഖുർആൻ ഈസാ നബിയെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് ഞാനൊന്ന് ആഴമായി പഠിച്ചു. 2 വാക്ക് പ്രധാനമായി ശ്രദ്ധിക്കണം. ഖുർആൻ ഈസാ നബിയെക്കുറിച്ച് പറയുന്നത് കലിമത്തുല്ലാഹി റൂഹുല്ലാഹി ഈസൽ മസീഹ്. അതങ്ങനെ അതേ എക്സാക്ട് വേർഡിലല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അള്ളാൻ്റെ വചനമാണ് യേശു എന്ന് പറയുന്നുണ്ട്, അള്ളാൻ്റെ ആത്മാവാണ് യേശു എന്ന് പറയുന്നുണ്ട്, ആ ആളാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉത്ഭവിക്കുകയാണ്, അള്ളാൻ്റെ വചനം യേശു, ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അള്ളാൻ്റെ വചനം? അള്ള ഇട്ടുകൊടുത്ത വചനം, അൽഖാഹ എന്ന് പറഞ്ഞാൽ അള്ള ഇട്ടുകൊടുത്ത വചനമാണ്. ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയാം. ഇപ്പം മാരിയോ എന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ വചനം, അല്ലേ? ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ വചനം. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ വചനം എവിടെ പോയെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നിങ്ങളിൽ ചിലർ പറയും എൻ്റെ തലച്ചോറിലുണ്ടെന്ന്. തലച്ചോറ് പൊട്ടിച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. ചിലർ പറയും എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന്. ഹൃദയം കുത്തിമുറിച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എൻ്റെ വചനം എവിടെ പോയി? ഞാനിപ്പോൾ സംസാരിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന സാധനമാണ് എൻ്റെ വചനം എന്ന് സമ്മതിച്ചു. പക്ഷെ സംസാരിക്കുന്നതിന് മുമ്പ് അതെവിടെ പോയി? ഇപ്പം ഞാൻ മിണ്ടുന്നില്ല, എവിടെ പോയി? അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ വചനം എൻ്റെ ആസ്തിക്യത്തിൽ ലയിച്ച് ചേർന്ന ഒന്നാണ്. എൻ്റെ ആ വചനത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, പക്ഷെ വചനത്തെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. എന്നെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എൻ്റെ വചനത്തെ മുഴുവൻ അങ്ങ് പിരിച്ചാൽ പിന്നെ ഞാൻ ഡെഡാ, ഞാൻ ഉണ്ടാവില്ല. കാരണം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ ഞാനില്ല, എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. സോ എൻ്റെ മൈൻഡ് ആണെന്ന് ഒരു വാക്കി പറയണം, എൻ്റെ തോട്ടാണെന്ന് ഒരു വാക്കി പറയണം. അത് എൻ്റെ ആസ്തിക്യത്തിൽ ലയിച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അള്ളാൻ്റെ വചനമാണ് ഈസാ നബി എന്ന് പറഞ്ഞാൽ അള്ള തന്നെയാണ് ഈസാ നബി എന്നാകും, അല്ലെങ്കിൽ അള്ളയുടെ ആസ്തിക്യത്തിലുള്ള ഒരാളാണ് ഈസാ നബി എന്നാകും. ഈസാ നബീനെ അള്ളയിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാകും. മറ്റൊന്ന് പറഞ്ഞത് അള്ളാൻ്റെ ആത്മാവാണെന്ന്. പിന്നെ അള്ളാൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അള്ള തന്നെയാണ്, അതിനകത്തെന്തോ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്നെ ഇതിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കി കഴിഞ്ഞപ്പം ഞാൻ ഒരിക്കൽ എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത്, ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഉസ്താദേ, ഈ ദൈവം അള്ളാഹു പ്രപഞ്ചത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വചനത്താൽ സൃഷ്ടിച്ചു, കുൻ ഫയകൂൻ, അവനുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അപ്പം എല്ലാം ഉണ്ടായി. അപ്പം ഉണ്ടാകട്ടെ എന്ന വചനം മൂലമാണ് എല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കുൻ ഫയകൂൻ എന്നാണ് പറഞ്ഞു. അള്ള പറഞ്ഞു, അപ്പോൾ ഉണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, അള്ള ഈ പറഞ്ഞ വാക്കില്ല, അള്ളാൻ്റെ വാക്ക്,
അത് അള്ളാൻ്റെ സൃഷ്ടിയാണോ അല്ലയോ എന്ന് ചോദിച്ചു. ടീച്ചർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി. നിങ്ങളും ശ്രദ്ധിക്കണത്, അള്ളാൻ്റെ വാക്ക് അള്ള പറഞ്ഞപ്പോൾ ഉണ്ടായിന്നല്ലോ പറഞ്ഞു, ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് അള്ള തന്നെയാണോ എന്ന ചോദ്യം. ഉസ്താദ് കുടുങ്ങിപ്പോയി. കാരണം അള്ളാൻ്റെ വചനം അള്ള തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാ നബി അള്ളയാന്ന് അർത്ഥമായി പോകും. കാര്യം ഈസാ നബി വചനാന്ന് ഖുറാനിലുണ്ട്, കലിമത്തുള്ളാന്ന്. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡായ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു മറുപടിയാണ്, വചനം സൃഷ്ടിയുമല്ല സൃഷ്ടാവുമല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സൃഷ്ടിയും അല്ലത്രേ, ദൈവത്തിൻ്റെ സൃഷ്ടാവും അല്ലത്രേ. ദൈവം ഉള്ളപ്പോൾ ഉള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ചു എന്നൊക്കെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുള്ളത്. അന്ന് എനിക്കതറിയില്ലായിരുന്നു, പിന്നീട് ഞാൻ വായിച്ചതാണ്, പഠിച്ചതാണ്. ഏതായാലും അന്ന് ഞാൻ ടീച്ചറുമായിട്ട് ഒത്തിരി തർക്കിക്കുകയും ഇറങ്ങിപ്പോരുകയൊക്കെ ചെയ്യേണ്ടി വന്നു. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താണ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെടുന്നത്. 1996 എത്തിപ്പെടുന്നത്. 98 മാർച്ച് മാസം 14 മാമോദിസ മുങ്ങുന്നത്. ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലെത്തി. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട്, ധ്യാന കേന്ദ്രത്തിൽ എത്തുന്നത് വരെയും എൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഖുർആനിൽ പറയുന്ന അള്ള തന്നെയാണ് പിതാവായ ദൈവം, ഖുർആനിൽ പറയുന്ന പ്രവാചകന്മാരൊക്കെ തന്നെയാണ് ബൈബിളിലുള്ള പ്രവാചകന്മാർ. ഖുർആനിൽ പറഞ്ഞ ഈസാ നബിയെക്കുറിച്ച് ഖുർആൻ കുറച്ചും കൂടി വ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോഴേക്കും ഈസാ നബി ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവാണെന്നും പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്നെയാണ്, അതുകൊണ്ട് ഈസാ നബി തന്നെയാണ് ദൈവം എന്നൊരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. അങ്ങനെ ഈസാ നബി എന്ന വിളി ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ട് യേശു ക്രിസ്തു എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈവമാണ്, ദൈവത്തിൻ്റെ അവതാരമാണ്. അതായത് മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ വചനമാകുന്ന, ദൈവത്തിൻ്റെ ആത്മാവാകുന്ന ദൈവമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ എത്തുന്നത്. അതിനെ ഒന്നും കൂടി വ്യാഖ്യാനിച്ചാൽ, അന്നേ ആ കുട്ടിക്കാലത്തെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, നമ്മളൊരു തീക്കനൽ എടുത്താൽ തീക്കനലിനകത്ത് ചൂടും ഉണ്ടാവും, പ്രകാശവും ഉണ്ടാവും. തീക്കനലുണ്ട്, അതിനകത്ത് ചൂടും ഉണ്ട്, പ്രകാശമുണ്ട്. അതിൽ നിന്ന് ചൂടിനെ വേർതിരിച്ച് വെക്കാനോ പ്രകാശത്തെ വേർതിരിച്ച് വെക്കാനോ കനലിനെ മാറ്റി വെക്കാനോ പറ്റില്ല. ഇത് മൂന്നും ചേരുമ്പോഴാണ് തീക്കനൽ. അല്ല എങ്കിൽ അത് ഡെഡാണ്, അത് വെറും കരിയാണ്. ഇതുപോലെയാണ് ദൈവത്തിന് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ദൈവത്തിന് വചനമുണ്ട്, ദൈവത്തിന് ആത്മാവുണ്ട്. ഇതിനെ മൂന്നിനെയും പിരിക്കാൻ പറ്റില്ല. അന്നത്തെ എൻ്റെ കുട്ടിക്കാലത്ത് 18-19 വയസ്സിലുള്ള ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. പരിണാമം പതുക്കെ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 98 ഞാൻ മാമോദിസ സ്വീകരിക്കുന്നു. 98 അവസാനമായപ്പോഴേക്ക് ഞാൻ ബെനഡിക്റ്റിൻ ഒരു ആശ്രമത്തിൽ നാഗർകോവിൽ ചേരുന്നു. അവിടെ നിന്നും ഞാൻ ഫിലോസഫി പഠിക്കുന്നു. MA ഫിലോസഫി പഠിക്കാൻ വേണ്ടി ഞാൻ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു. അത് റെഗുലർ സ്റ്റുഡൻ്റ് അല്ല, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അന്ന് റിലിജൻ ആൻഡ് ഫിലോസഫി എന്ന സബ്ജക്റ്റിലാണ് ഞാൻ MA എടുക്കുന്നത്. എല്ലാ ആഴ്ചയിലും സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ ഞങ്ങൾക്ക് കോണ്ടാക്ട് സെമിനാറുകൾ ഉണ്ടാകുമായിരുന്നു. ഒന്നെങ്കിൽ മധുരയിൽ വെച്ച്, ഇനി അല്ല എങ്കിൽ അത് നാഗർകോവിലുള്ള ഹിന്ദു കോളേജിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ക്ലാസ് എടുക്കാൻ വന്നുകൊണ്ടിരുന്നത് ഒരു മുത്തുമണി എന്ന് പറയുന്ന ഒരു തമിഴ് പ്രൊഫസറാണ്. അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചും നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്ന് ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. അതാണ് എൻ്റെ പരിണാമത്തിൻ്റെ തേർഡ് ഘട്ടം. ഒന്ന്, മാതാപിതാക്കൾ പഠിപ്പിച്ചത്. 2, അറബി കോളേജിൽ നിന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നോടൊരാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ഈസാ നബി ആരാണെന്ന് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ പരിണാമം, കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുത്തുമണി സാർ ഇങ്ങനെ ചോദിച്ചു, ഇന്ത്യയിൽ ഒരുപാട് ബുദ്ധമതക്കാരില്ലായിരുന്നോ? ഇന്നവരെവിടെ പോയി? ഇന്ത്യയിൽ ഇഷ്ടംപോലെ ജൈനമതക്കാരില്ലായിരുന്നോ? ഇന്നവരെവിടെ പോയി? ഇവിടെ ഉത്ഭവിച്ച ഈ 2 മതങ്ങൾക്കും എന്താണ് സംഭവിച്ചത്? ലോകം മുഴുവനുള്ള ജനതയുടെ ആരാധനാപാത്രമായ മഹാവീരന്റെയും അല്ലെങ്കിൽ ഗൗതം ബുദ്ധന്റെയും പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും എവിടെ ഒഴുകിപ്പോയി? ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാവരും കൺഫ്യൂസ്ഡാണ്. ആ സമയത്ത് അദ്ദേഹം വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. ഇസ്ലാം എന്ന മതം അറബിയയിൽ ഉത്ഭവിക്കുമ്പോൾ അവിടെ മുഴുവനും പേഗൻസ് ആയിരുന്നു, അതായത് വിഗ്രഹാരാധകരായിരുന്നു. പക്ഷെ അവരെല്ലാം ഇല്ലാണ്ടാക്കാൻ ഇസ്ലാമിന് സാധിച്ചു. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി എന്ന ത്രിയേക ദൈവ മതവിശ്വാസം യൂറോപ്പിൽ ഇതിങ്ങനെ വളരുമ്പോഴേക്കും അവിടെയുള്ള എല്ലാ പേഗൻ റിലീജിയനും ഇല്ലാണ്ടായി ക്രിസ്ത്യാനിറ്റി മാത്രമായി മാറി. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതേ അറേബ്യയിൽ നിന്ന് മുസ്ലിമീങ്ങളും ഇതേ യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാരും ഒരേ സമയത്ത് ഇന്ത്യയിൽ വന്നു. അന്നു മുതൽ ഇന്ന് വരെ ഇവർ തലകുത്തനെ പരിശ്രമിച്ചിട്ട് ഇന്ത്യയിലുള്ള ഒരു വിഗ്രഹാരാധകരെയും ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയെ ഒരു ഏകദൈവ വിശ്വാസ കൺസെപ്റ്റായ ഇസ്ലാമിലേക്കോ ഇനി അല്ലെങ്കിൽ ജുഡായിസത്തിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ നയിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അറേബ്യയിൽ വിജയിച്ച ഇവർ, യൂറോപ്പിൽ വിജയിച്ച ഇവർ, ഒരു പരിധിവരെ ആഫ്രിക്കയിൽ വിജയിച്ച ഇവർ എന്തുകൊണ്ട് ഇന്ത്യയിൽ തോറ്റുപോയി? അത് രണ്ടുപേരും ഒരേപോലെ ശ്രമിക്കുകയാണ്. ഒരു വശത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും പിടിച്ച് സുന്നത്ത് കഴിപ്പിക്കാനും, ഒരു വശത്ത് ക്രിസ്ത്യാനികൾ എല്ലാവരും പിടിച്ച് മാമോദിസ മുക്കിക്കാനും ഓടി 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 പരാക്രമം കൊണ്ടിട്ടും ഒന്നും നടന്നില്ല. എന്തുകൊണ്ടെന്ന് അന്ന് മുത്തുമണി സാറ് ചോദിക്കുക. അന്ന് എൻ്റെ പ്രായം 20 വയസ്സ് കാണും, 21-ാം വയസ്സ്. പക്ഷേ ഇത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. എന്തുകൊണ്ട്? ഒരുപക്ഷെ നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യൻ മിഷണറിമാരും ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോയി, മുസ്ലിം മിഷണറിമാരും ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോയി.
ഭാരതീയ സംസ്കാരം അനുദിനം പൂർവാധികം ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ മുസ്ലിമീങ്ങൾ ഭാരത സംസ്കാരത്തിലേക്ക് ചേരുന്നു, ഇഷ്ടംപോലെ ക്രിസ്ത്യാനികൾ അനുദിനം ഭാരത സംസ്കാരത്തിലേക്ക് ചേരുന്നു. എന്തുകൊണ്ടെന്ന് എല്ലാവരും സൈലന്റ് ആയപ്പോൾ അദ്ദേഹം ഒരു ഡയലോഗ് പറഞ്ഞു. അത് തമിഴിലാണ് പറഞ്ഞത്. മുക്കിക്കൊല ചെയ്യുകാറപ്പാന്ന്, മുക്കിക്കൊല ചെയ്യുകാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനതിന് എങ്ങനെ പറഞ്ഞു തരണം. മുക്കിക്കൊല്ലുക എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ മുക്കിക്കളയുക എന്നൊക്കെ പറയാം. അപ്പം എന്താണെന്ന് അദ്ദേഹത്തോട് വ്യാഖ്യാനം. അന്ന് ഇവർ ബാക്കിയുള്ള പിള്ളേർ ആരും ചോദിക്കാൻ മുതിർന്നില്ല, ഞാനായിരുന്നു ചോദിച്ചത്. കുറച്ചും കൂടി റിലീജിയസ് കാര്യങ്ങളിൽ താല്പര്യവും ഇച്ചിരി ഡയലോഗൊക്കെ അന്നേ ഉള്ളത് കൊണ്ട് ഞാൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, മുത്തുമണി സാർ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാണ്, ഹിന്ദുയിസത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഏത് പുതിയ ആശയങ്ങൾ വന്നാലും അതിനോട് മല്ലിടാൻ നിൽക്കത്തില്ല, അതിനെ നേരെ ഇങ്ങ് വാങ്ങി അങ്ങ് മുക്കിക്കളയും, ഹിന്ദുയിസത്തിലേക്ക് അങ്ങ് ലയിപ്പിച്ച് കളയും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ബുദ്ധമതം വന്നിട്ട് ഒരുപാട് പുതിയ ആശയങ്ങൾ, യോഗ, ധ്യാനം, ഇതൊക്കെ കൊണ്ടുവന്നപ്പം ഒറിജിനൽ സനാതന ധർമ്മക്കാർ പറഞ്ഞു ഈ പറഞ്ഞതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധിസത്തിന് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ലാണ്ട് പോയി. ജൈനിസം ഒരുപാട് പുതിയ ആശയങ്ങളുമായിട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് പഠിച്ചിട്ട് ഹിന്ദുയിസം അതിലെ പ്രധാനപ്പെട്ടതെല്ലാം സനാതന ധർമ്മത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ലാണ്ട് പോയി. എന്തിനേറെ ഒരു നല്ലൊരു കത്തോലിക്കൻ പോയിട്ട് ഒരു ഹിന്ദുവിനോട് കുർബാനയെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ ശ്രമിച്ച് മടുത്തതാണ്. ഞാൻ ഒരിക്കൽ ഈസ്കോൺ ഗുരൂസുമായിട്ട് മുംബൈയിൽ വെച്ചിട്ട് ഒരു തർക്കം, ഒരു ഡിബേറ്റ് നടത്തേണ്ടി വന്നായിരുന്നു. അവരുടെ ആശ്രമത്തിൽ അവർ തന്നെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ പോയതാണ്. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവിൻ്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചത്. എന്നോട് കർത്താവിൻ്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് അറിയില്ല, ഞാൻ ചൊല്ലിട്ടു. അപ്പോൾ പറയാണ് കർത്താവിൻ്റെ പ്രാർത്ഥന, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ഒന്നായിരിക്കുന്ന പോലെ ഇവരെല്ലാം നമ്മളിൽ ഒന്നാകാൻ, അതായത് യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ സകല മനുഷ്യരും ഒന്നാകാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി. ഇതിൻ്റെ പേരാണ് അദ്വൈതം എന്ന് പറഞ്ഞ്. അന്ന് എനിക്ക് 21 വയസ്സുകളിൽ പറഞ്ഞതുപോലെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ പറയാനോ പറ്റില്ല, ഞാൻ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിച്ച് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം മനുഷ്യരൂപത്തിൽ വന്നത് മനുഷ്യരായ നിങ്ങളെ ദൈവീക രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്താനല്ലേ? അതിൻ്റെ പേരല്ലേ കമ്മ്യൂണിയൻ, നിങ്ങൾ ഒന്നാകുക എന്നുള്ളത്. ഇത് അദ്വൈതമല്ലേ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ എന്തിനാ ഇത് ഇത്രയും പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടത്തേക്ക് പുതിയ എന്ത് അറിവ് കൊണ്ടുവന്നാലും അത് ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് പറയും. നിങ്ങൾ ത്രിയേകമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബ്രഹ്മ വിഷ്ണു ശിവൻ ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രത്യേക ടെക്നിക്കാണ്. എന്ത് എവിടുന്ന് കൊണ്ടുവന്നാലും ഇവർ അതിലെ നല്ലത് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഓൾറെഡി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ മുമ്പിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല, നമുക്ക് ആർക്കും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അങ്ങനെയാണ് എല്ലാ മതത്തെയും സനാതനധർമ്മം, സോക്കോൾഡ് ഹിന്ദുയിസം അങ്ങോട്ട് മുക്കി 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 ഇല്ലാണ്ടാക്കിയത് എന്നായിരുന്നു അന്ന് പ്രൊഫസർ മുത്തുമണി ഞങ്ങളോട് പറഞ്ഞത്. ഇതെൻ്റെ ആശയമല്ല, ഇത് 100% ശരിയായിക്കൊള്ളുന്നില്ല, ഇതിൽ അപാകതകൾ ഉണ്ടാകാം, എന്തെങ്കിലും ചരിത്രപരമായി തെറ്റ് തെളിവ് സഹിതം പറഞ്ഞു തന്നാൽ തിരുത്താൻ ഞാൻ റെഡിയാണ്. പക്ഷെ അന്നത്തെ 21 വയസ്സുള്ള എൻ്റെ മനസ്സിലാക്കലാണ്, പരിണാമമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും, അതായത് 2 വർഷത്തെ എൻ്റെ MA ഫിലോസഫി കഴിയുമ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതേ ടെക്നോളജി തന്നെയാണ് മുഹമ്മദ് ഉപയോഗിച്ചത് എന്ന് മനസ്സിലായി. കാരണം മുഹമ്മദ് ഖുറൈശി ട്രൈബിൽപ്പെട്ട ഒരു അറബിയാണ്. പക്ഷേ യേശു ക്രിസ്തു യഹൂദ ട്രൈബിൽ ജനിച്ച ഒരാളാണ്. അതിനു മുമ്പുള്ള മൂസായെയും ഇബ്രാഹിമിനെയും ഒക്കെ എടുക്കുമ്പോൾ വേറെ കുലമാണ്, വേറെ ട്രൈബാണ്. അപ്പോൾ ഒരു ട്രൈബൽ ഇഷ്ടക്കുറവ് മുഹമ്മദിന് മുമ്പുള്ള ബൈബിളിൽ കാണുന്ന എല്ലാ പ്രവാചകന്മാരോടും മുഹമ്മദിനുണ്ട്, മുഹമ്മദിൻ്റെ കുലത്തിനുണ്ട്, ആ ഒരു സമുദായത്തിനുണ്ട്. അപ്പോൾ ഇവർ ഈ മുഹമ്മദ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു പുതിയ ഏകദൈവ വിശ്വാസം സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം അല്ല എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, ശ്രദ്ധിച്ച് കേൾക്കണേ. 20, 21, 22 വയസ്സുള്ളപ്പോൾ എന്നിലുണ്ടാകുന്ന പരിണാമമാണ് പറയുന്നത്. അല്ല അറബിയിൽ എൻ്റെ വിശ്വാസ പ്രമാണം ഞാൻ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹനായ ഒരുത്തനുമില്ല. ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവം എന്ന ഒന്നില്ല, ഇല്ലല്ലാ അല്ല ഒഴികെ എന്നാണ്. എന്താണ് ഈ അല്ല? ആരാണ് ഈ അല്ല? അന്ന് മുശ്രിക്കീങ്ങൾ അല്ല എങ്കിൽ ബഹുദൈവ ആരാധകർ കഅബ എന്ന ഒരു ടെമ്പിളിനകത്ത് ആരാധിച്ചു കൊണ്ടിരുന്ന 300-ലധികം വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹത്തിന്റെ പേരായിരുന്നു അല്ല. അത് മുഹമ്മദിന്റെ കുലത്തിൽപ്പെട്ട ദൈവമാണ്. ബാക്കി എല്ലാത്തെയും തച്ചടച്ച് ഈ ഒന്നിനെ നിലനിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഒറ്റ ദൈവമില്ല അല്ല അല്ലാണ്ട് എന്ന്. അങ്ങനെയാണ് അല്ല എന്ന ദൈവം. പക്ഷേ അദ്ദേഹം ചെയ്ത പണി കേൾക്കണോ നിങ്ങൾക്ക്? ഇതേ ഇന്ത്യയിൽ ഇന്ത്യൻ ഫിലോസഫേഴ്സ് ചെയ്ത സെയിം ടെക്നിക് പുള്ളി അവിടെ ഉപയോഗിച്ചത്. ഈ അല്ല എന്ന പുള്ളിയുടെ കുലദൈവത്തെ നിർത്തിയിട്ട്
യഹോവക്കുള്ള എല്ലാ വിശേഷണങ്ങളും ഈ അള്ളാഹിക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു. കാരുണ്യവാനാണ്, ദയാലുവാണ്, ആദിയില്ലാത്തവനാണ്, അന്തമില്ലാത്തവനാണ്, കണ്ണില്ലാത്തവനാണ്, നാക്കില്ലാത്തവനാണ്, മൂക്കില്ലാത്തവനാണ്, ചിന്തിക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെല്ലാം ഒന്ന് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്, പിതാവാണെന്ന്. അത് യഹൂദർക്കും ഇല്ലായിരുന്നു പിതാവെന്ന കൺസെപ്റ്റ്. അതൊഴിച്ച് ബാക്കിയല്ല 99 സിഫത്താണ് അള്ളാഹ്ക്ക് കൊടുത്തിരിക്കുന്നത്. 99 അസ്മാഉൽ ഹുസ്ന എന്ന് പറയും. ദൈവത്തിൻ്റെ 99 വിശേഷണങ്ങൾ. 100 ഞാൻ കൂട്ടിച്ചേർത്താണ് 100 പിതാവ് എന്നുള്ളത്. അത് അവർക്കില്ല. എന്തോ ആവട്ടെ, അങ്ങനെ അവർ യഹോവയുടെ മുഴുവൻ വിശേഷണങ്ങളും കൊണ്ട് പൊതിഞ്ഞിട്ട് ഈ യഹോവ തന്നെയാണ് അള്ളാഹ് എന്നാക്കി. പക്ഷേ ചരിത്രത്തിൽ സത്യം പറഞ്ഞാൽ യഹോവയല്ല. ഒരു ഖുറൈശി ദേവനായിരുന്നു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ദേവന് ഈ യഹോവയുടെ സത്യദൈവത്തിൻ്റെ സകല വിശേഷണങ്ങളും കൊടുത്ത് പതപ്പിച്ചെടുത്തതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാര്യം കേരളത്തിൽ ആദ്യമായി പ്രഘോഷിച്ചത് നിങ്ങൾ ഇപ്പം കാണുന്ന ഒരു മിഷണറിമാരുമല്ല. കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ ഈ കാര്യം ചാങ്കുറപ്പോടെ പ്രസംഗിച്ച ആളുടെ പേര് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തരിച്ച് ഞെട്ടിപ്പോയി ഇരുന്നിട്ടുണ്ട്. കാരണം അത്രയും വ്യക്തതയോടെ പറയും. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് ഈ ആശയം ആദ്യം പറയാം. അദ്ദേഹം പറഞ്ഞ് കേട്ടാണ് ഞാനും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴമായി പഠിക്കുന്നതും ഇത് രണ്ടും രണ്ടാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത്. വ്യക്തമായി മനസ്സിലാക്കിയ ഞാൻ ഒരു കത്തോലിക്ക വേദിയിൽ ആദ്യമായിട്ട് അള്ളയും യഹോവയും രണ്ടാണെന്ന് പ്രസംഗിച്ചപ്പോൾ അങ്ങനെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് എന്നെ വിലക്കിയവരുടെ കൂട്ടത്തിൽ കത്തോലിക്ക വൈദികരുമുണ്ട്, രൂപത വൈദികരുമുണ്ട്, കോൺഗ്രിഗേഷൻ വൈദികരുമുണ്ട്, ഡയസിസിന്റെ അധികാരികളായ പിതാക്കന്മാരുമുണ്ട്. എന്നെ വിളിച്ച് വിലക്കിയവർ. കാരണം അന്നവർ ചിന്തിച്ചു ഇത് തിരുവട്ടാംകുറിശി സാറിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റിൽ നിന്നുള്ളൊരു പഠനമാണ്, പുതിയ ആശയമാണ്, പെട്ടെന്ന് സ്വീകരിച്ച പ്രശ്നമാകുമെന്ന് പറഞ്ഞ് എന്നെ വിലക്കിയൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഇനി ഇതുമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളയും യഹോവയും രണ്ടാണെന്നുള്ള എൻ്റെ ബോധ്യം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു വേദനയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിൽ എവിടെയെല്ലാം അറബി ബൈബിൾ ഉപയോഗിക്കുന്ന അറബി ക്രിസ്ത്യാനികളുണ്ടോ അവരെല്ലാം ഇന്നും അള്ളാഹ് എന്നാണ് പിതാവായ ദൈവത്തെ വിളിക്കുന്നത്. അപ്പോൾ അള്ളാഹ് എന്ന് വിളിക്കുന്നത് പാപമാണെന്നും അത് മഹാ തെറ്റാണെന്നും നമ്മൾ പ്രഘോഷിക്കുന്തോറും ഇവരെല്ലാം തെറ്റിയതുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി വരും. ഞാൻ ഗദാഫയിലെ കർദിനാളുമായി മണിക്കൂറുകളോളം ഫാത്തിമയിൽ വെച്ച് സംസാരിക്കാനിടയായി. ഇതെന്തുകൊണ്ട് മാറ്റിക്കൂടാ? അപ്പോഴും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പകരം വെക്കാൻ വേറൊരു വാക്ക് ഏതാണ്? അദ്ദേഹം ചോദിച്ചാൽ അറബികൾക്ക് മനസ്സിലാവുന്ന പകരം വെക്കാൻ പറ്റിയ വാക്കേതാണ്? ഈ യഹോവയുടെ മുഴുവൻ സിഫത്തുകളും എന്ന് പറഞ്ഞാൽ മുഴുവൻ വിശേഷണങ്ങളും ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. ഇന്നും അറബി ബൈബിളിൽ അങ്ങനെ തന്നെയാണുള്ളത്. അതുകൊണ്ട് അള്ളാഹ് എന്ന വാക്ക് മാരിയോ ഉപയോഗിച്ചാൽ മാരിയോ മൗദൂദിയാണ്, മാരിയോയുടെ ഭാര്യ ഉപയോഗിച്ചാൽ മൗദൂദിയാണ് എന്ന് ഞങ്ങളുടെ നെറ്റിയിൽ ഒരു പട്ടം പതിപ്പിച്ച് തരാൻ വെമ്പൽ കൊള്ളുന്ന കത്തോലിക്കരും അകത്തോലിക്കരുമായ ക്രിസ്ത്യാനികളോട് ഒരു വിനയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഞങ്ങളെയല്ല തെരുവിളിക്കേണ്ടത്, ഞങ്ങളെയല്ല പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. ഇതാര് ചെയ്യണമെന്ന് പറയാം. സീറോ മലബാർ സഭയിലാണ് കൂടുതൽ പ്രശ്നമെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, പക്ഷേ ഈ പ്രശ്നം ലത്തീൻ സഭക്കാർക്കുണ്ട്, ഈ പ്രശ്നം മലങ്കര സഭക്കാർക്കുണ്ട്. ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആഗോള സഭയിൽ നിന്ന് പരിശുദ്ധ സിംഹാസനം തീരുമാനം എടുക്കേണ്ട കാര്യമാണെങ്കിൽ പോലും അങ്ങോട്ടൊന്നും പോകാതെ KCBC മെത്രാൻ സമിതി, കേരള ബിഷപ്പ് കോൺഫറൻസ് കൂടുന്ന സമയത്ത് 3 റീത്തുകളുള്ള മെത്രാന്മാർ ഒരുമിച്ച് കൂടി നിന്ന് ഒരു ചെറിയൊരു സർക്കുലർ, ഇത്രയേ ഉള്ളൂ, ഏത് അള്ളാഹുവും യഹോവയും രണ്ടാണെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അള്ളാഹു എന്ന പേരിൽ നമ്മളുടെ ദൈവത്തെ അഭിസംബോധന ചെയ്യരുത് എന്നുമുള്ള ഒരു ചെറിയ സർക്കുലർ അങ്ങോട്ട് ഇറക്കിയിട്ട് മുഴുവൻ രൂപതയ്ക്കും വിട്ടു കഴിഞ്ഞാൽ, രൂപതാ പിതാക്കന്മാർ മുഴുവൻ അച്ഛന്മാർക്കും വിട്ടു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് മുഴുവൻ ഇടവകയിലും ഇത് വായിച്ച് തീരാവുന്നതല്ലേ ഉള്ളൂ. അതിന് മാരിയോ പറഞ്ഞു എന്ന് പറഞ്ഞു മാരിയോയെ ഇങ്ങനെ ഉപദ്രവിച്ചത് കൊണ്ട് എന്ത് ഗുണം ഉണ്ടാകുക? ഇസ്ലാമിൽ നിന്നും ഒരുപാട് സഹിച്ച് ക്രിസ്തുമതത്തിൽ വന്ന് എൻ്റെ സഹനം കണ്ട് മുസ്ലിം കളിയാക്കാനും ചിരിക്കാനും ഒരു അവസരം. മാരിയോ അച്ഛൻ കരയുന്നെന്നും പറഞ്ഞിട്ട് കുറേ മുസ്ലിങ്ങളൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും കൂടെ കർത്താവിൻ്റെ നാമം നാണം കെടുത്തുക എന്നല്ലാതെ, വൃതാവിൽ ഉപയോഗിക്കുക എന്നല്ലാതെ, അതായത് പൗലോസ്ലിയ പറഞ്ഞതുപോലെ നമ്മൾ നിമിത്തം കർത്താവിൻ്റെ നാമം വിജാതിയുടെ ഇടയിൽ ദുഷിക്കപ്പെടുക എന്നല്ലാതെ എന്ത് ഗുണ സഹോദരങ്ങളെ നിങ്ങൾക്ക്? ഒന്നും കൂടെ കുറച്ചും കൂടെ ആഴമായി ചിന്തിക്കും. മാരിയോ ആരാണ്? ഔദ്യോഗികമായിട്ട് ഇതൊന്നും തീരുമാനിക്കേണ്ടതോ പ്രസംഗിക്കേണ്ട ആളല്ല. എൻ്റെ പരിശുദ്ധ സിംഹാസനം എന്നോട് എന്ത് പറയാൻ പറയുന്നു ഞാനത് പറയും, എന്ത് പറയരുതെന്ന് പറയുന്നു ഞാനത് പറയില്ല. ഞാൻ അത്രത്തോളം വിധേയനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കത്തോലിക്ക സഭയിൽ. മുസ്ലിമീങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു യഹൂദൻ്റെ അടുത്ത് പോയിട്ട് ഇസ്ലാം പ്രസംഗിക്കുമ്പോൾ, ഒരു പാർസി മതക്കാരൻ്റെ അടുത്ത് പോയി ഇസ്ലാം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയാനുള്ള എല്ലാ സംവിധാനം അവിടെ ചെയ്തു.
അതായത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ കണ്ടിട്ട് സംസാരിക്കുമ്പം മോശ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവർ പറയും, അയ്യോ മൂസാ നബി ഞങ്ങളെടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അബ്രഹാം അങ്ങനെ, അയ്യോ ഇബ്രാഹിം ഞങ്ങളുടെ ഇബ്രാഹിമാണ്, ഇബ്രാഹിം പറഞ്ഞൊക്കെ ഞങ്ങളെടുത്തുണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെയും യൂദായിസത്തിൻ്റെയും സെപ്പറേറ്റ് എക്സിസ്റ്റൻസിനെ നുള്ളാൻ വേണ്ടി മുഹമ്മദ് ഡിസ്റ്റോർട്ട് ചെയ്തുണ്ടാക്കിയ കഥാപാത്രമാണ് അള്ള മുതൽ ഖുർആനിൽ ഇങ്ങോട്ട് ഈസ വരെ കാണുന്ന എല്ലാവരും എന്ന് ചുരുക്കം. അപ്പം മാരിയോയെ മൗദൂദിസ്റ്റാക്കുന്ന ഓരോ ക്രിസ്ത്യാനികളോടും, തീവ്ര വിശ്വാസമുള്ള ക്രിസ്ത്യാനികളോടും പറയുന്നു, അല്ല യഹോവയല്ല. ആദം മുതൽ ഈസ വരെ ഖുർആനിൽ പറഞ്ഞ ഒരു കഥാപാത്രങ്ങളുമല്ല ബൈബിളിലെ കഥാപാത്രങ്ങൾ, രണ്ടും രണ്ട് തന്നെയാണ് എന്നല്ല മാരിയോ പറയുക. മാരിയോ പറയുക, ബൈബിളിലുള്ള കഥാപാത്രങ്ങളെ വികൃതവൽക്കരിച്ചെടുത്തതാണ് ഖുർആനിലുള്ള കഥാപാത്രങ്ങൾ എന്നാണ് മാരിയോ പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ റിപ്പീറ്റ്, ബൈബിളിലുള്ള കഥാപാത്രങ്ങളെ, യഹോവ മുതൽ യേശു വരെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഖുർആനിനകത്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് കളിയാക്കി നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി എടുത്ത ഒരു കഥാപാത്രങ്ങളാണുള്ളത്. ഇത് രണ്ടും രണ്ടെന്ന് പറയുന്നതിനേക്കാളുപരി ഒരാളെ കുറിച്ച് ഒരാൾ നന്നായി എഴുതി മറ്റൊരാൾ മോശമായി എഴുതി എന്ന് പറയുന്നതല്ലേ സത്യം. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ മാരിയോയെ കുറിച്ച് എഴുതിയാൽ വളരെ മനോഹരമായിട്ട് മാരിയോയെ കുറിച്ച് എഴുതും, എൻ്റെ മക്കളും വളരെ മനോഹരമായി എഴുതും. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എന്നെ ഉപദ്രവിക്കുന്ന അയ്യപ്പനും ടീമും ഒക്കെ എന്നെ വളരെ വികൃതമാക്കി ചിത്രീകരിക്കുന്ന അകത്തോലിക്കരായ പ്രൊട്ടസ്റ്റന്റുകാരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, മാരിയോയെ കുറിച്ച് മാരിയോയുടെ ഭാര്യയും മക്കളും ഒരു പുസ്തകം എഴുതിയാൽ നന്നായിട്ടല്ലേ എഴുതുക? അതേ പുസ്തകം നിങ്ങൾ എഴുതിയാൽ മാരിയോ മൗദൂദിസ്റ്റ് എന്നല്ലേ എഴുതുക? അതായത് ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒളിച്ചു വന്ന ചാരനാണെന്നും ക്രിസ്ത്യാനിറ്റിയെ തകർക്കാനുള്ളവനാണെന്നും അല്ലേ നിങ്ങൾ എഴുതുക? അപ്പൊ എന്നെ കുറിച്ച് ഇപ്പൊ 2 പുസ്തകമുണ്ട്. സകലതും ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവൻ വരെ ത്യജിച്ച് മരണം വരെ പോരാടുന്ന ഒരു രക്തസാക്ഷി മാരിയോ ജോസഫ് എന്നും, മറ്റൊരാള് എഴുതിയ പുസ്തകം എന്താ, ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിൽ വന്ന് ക്രിസ്ത്യാനിറ്റിയെ മുഴുവൻ തകർക്കാൻ വന്ന ട്രോജൻ കുതിര എന്നും. 2 പുസ്തകമാണ്. ഇത് 2 പേരാണോ ഒരു വ്യക്തിയാണോ? ചോദ്യത്തിന് ഉത്തരം പറ. ഇത് 2 പേരാണോ ഒരു വ്യക്തിയാണോ? ഒരേ വ്യക്തിയെക്കുറിച്ച് നല്ല നിലയിൽ ഒരാൾ എഴുതി ഡിസ്റ്റോർട്ട് ചെയ്ത് മറ്റൊരാൾ എഴുതി, ഇതല്ലേ സത്യം? ഈ വെറുതെ തൊണ്ട പൊട്ടിച്ച് നിങ്ങൾ ബൈബിളിലെ ആദമല്ല ഖുർആനിലെ ആദം, ബൈബിളിലെ ആദമല്ല ഖുർആനിലെ ആദം എന്നിങ്ങനെ പറയുന്നതിൽ എന്താ കാര്യം? ബൈബിളിലെ ഇബ്രാഹിം അല്ല, ഇവിടുത്തെ ഇബ്രാഹിം അല്ല, ഇബ്രാഹിം അല്ല. സമ്മതിച്ചു, അവർ ജനിച്ച നാട് തെറ്റാണ്, അവരുടെ മാതാപിതാക്കളുടെ പേര് തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെ പ്രായം തെറ്റാണ്, അവരുടെ ഒക്കെ തെറ്റാണെന്ന്. പക്ഷെ ഇത് 2ആണെന്നല്ല പറയേണ്ടത്. ഒരാളെ കുറിച്ച് ഡിസ്റ്റോർട്ട് ചെയ്ത് എഴുതിയ പുസ്തകമാണ് ഖുർആൻ എന്ന് പറയാനുള്ള ധൈര്യം വേണം. അല്ലാതെ ഇവർ രണ്ടാണെന്ന് പറ. എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്. രണ്ടാണ്. മാരിയോ ജോസഫ് വേറെ, അപ്പൊ ട്രോജൻ കുതിര എന്ന് പറഞ്ഞാൽ അവൻ വേറെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ലല്ലോ. എന്നെക്കുറിച്ച് തന്നെയല്ലേ ഈ 2 വിശേഷണങ്ങൾ എഴുതി പിടിപ്പിച്ചത്. ഇതുപോലെ തന്നെയാണ് ആദമിനെ കുറിച്ച് 2 വിശേഷണം, ബൈബിളിലൊന്ന് ഖുർആനിലൊന്ന്. ഖുർആനിലുള്ളത് കംപ്ലീറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആണ്. കാരണം മുഹമ്മദ് ചെയ്തത് മുഴുവനും തെറ്റായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കാരണത്താലും മനുഷ്യർക്ക് നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയല്ല. അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ക്രിസ്ത്യാനി ആയത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2ആണ് എന്ന് പറയുന്നതിന് പകരം ഒരാളെ കുറിച്ചുള്ള 2 തരം വിശേഷണമാണെന്നും, എന്തിനങ്ങനെ ഒരു വിശേഷണം മുഹമ്മദ് നബി സൃഷ്ടിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ, ഹിന്ദുമതം ഇവിടെ ബാക്കി മതത്തെയൊക്കെ മുക്കിക്കൊന്നതുപോലെ യഹൂദ മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും ഇസ്ലാമിൻ്റെ തത്വസംഹിതകളിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് ബൈബിളിലുള്ള ഒരുപാട് സംഗതി കോപ്പിയെടുത്ത് മുഹമ്മദിൻ്റെ ആശയങ്ങളിൽ മിക്സ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്തിട്ട് ഈ വിഷം മനുഷ്യരെ കൊണ്ട് തീറ്റിക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ ഈ പറയുന്ന സകല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് മുസ്ലിമീങ്ങൾ ചോദ്യം ചോദിച്ച് ഓടാൻ തുടങ്ങി. അതായത് വെറുതെ കിടക്കുന്ന ക്രിസ്ത്യാനികളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഒരാളാണോ, 2 ആളാണോ, 3 ആണോ? അപ്പോൾ നമ്മളൊരു യേശു ദൈവം എന്ന് പറയും. അപ്പോൾ യേശു ദൈവമാണ്, പിന്നെ യേശു ആരോടെ പ്രാർത്ഥിച്ച്? യേശു ദൈവമാണ്, പിന്നെ എങ്ങനെയാണ് മരിച്ചത്? 3 ദിവസം അങ്ങേര് എവിടെ പോയി കിടന്നു? അങ്ങേര് ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭക്ഷിച്ചത്? അങ്ങേര് എന്തിനാണ് ടോയ്ലറ്റിൽ പോയത്? ഇങ്ങനെ ചോദിച്ച് നിരന്തരം സ്നേഹസംവാദം വെച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു. എല്ലാവരുടെയും വിചാരം ഈ സ്നേഹസംവാദം തുടങ്ങിയത് MM അക്ബറിൽ നിന്നാണെന്ന്. തെറ്റാണ് കേട്ടോ. ഈ ഒരു പരിപാടി എൻ്റെ അറിവിൽ, അതിനു മുമ്പുണ്ടായിരിക്കാം, എൻ്റെ അറിവിൽ ആദ്യമായി തുടങ്ങിയ ആളുടെ പേര് അഹമ്മദ് ദീദത്ത് എന്നാണ്. വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കാണാം നിങ്ങൾക്ക്, അഹമ്മദ് ദീദത്ത്. ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചത്. അദ്ദേഹം ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ എന്തോ ആയിരുന്നു ജീവിച്ചത്. അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു നമ്മുടെ ഈ ഷക്കീർ നായിക്ക്. അങ്ങനെ ഷക്കീർ നായിക്കിൽ നിന്ന് കുറേ കോപ്പി എടുത്തതാണ് അക്ബറും MM അക്ബറും മറ്റു ടീമുകളും എല്ലാവരും. എന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം ഒരു ഉസ്താദ് മേളിൽ കിടപ്പുണ്ടെന്നുള്ളതാണ്. അതേപോലെ ഇവരുടെ ചോദ്യങ്ങൾക്ക്, അതായത് ഞാൻ ഈ പറഞ്ഞ ദീദത്തിനെ പോലെയുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ വിചാരിക്കേണ്ട
ഒരു സെബാസ്റ്റ്യൻ പുന്നക്കലാണ്, ഇനി അല്ല എങ്കിൽ ഒരു അനിൽ തോട്ടം ബ്രദറാണ്, ഇനി അല്ല എങ്കിൽ ഒരു അനിൽകുമാർ അയ്യപ്പനാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇവർക്ക് മുമ്പ് നല്ല ഒന്നാം തരം ഈ മേഖലയിലെ ഉസ്താദുമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫാദർ ബുത്രോസ് .net എടുത്തു നോക്കി നിങ്ങൾ, അപ്പം നിങ്ങൾക്കറിയാം ഫാദർ ബുത്രോസ് എന്തുമാത്രം ഇതിനു വേണ്ടി മല്ലിട്ടു. അറബിയൻ പ്രിൻസിനെ എടുത്തു നോക്കിയോ, അറബിയൻ പ്രോഫറ്റ്സിനെ എടുത്തു നോക്കിയോ, ഇനി അതല്ല എങ്കിൽ ഡേവിഡ് വുഡിനെ എടുത്തു നോക്കിയോ. ഇന്റർനാഷണലി ഇങ്ങനെയുള്ള ഡിബേറ്റുകൾ, മുസ്ലിമീങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ടിരുന്ന കത്തോലിക്കരും അകത്തോലിക്കരുമായ ഒരുപാട് മിഷണറിമാരുണ്ട്. അവരുടെ എല്ലാം കോപ്പി എടുത്ത് മലയാളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ പ്രഭാഷണം നടത്തിയതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആളുകളൊക്കെ. ഇവര് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഇനി പറയുന്നത് വളരെ പ്രധാനമായി കേൾക്കണം. ഇവർക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? മുസ്ലിമീങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു, നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര നേരം പറയും? അവസാനം നമുക്കൊരു മടുപ്പ് വന്നു. മടുപ്പ് വന്നപ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ഒരു തീരുമാനം എടുത്തേക്കണെങ്കിൽ, അല്ലെ ഇവർ ഈ ചോദ്യം ചെയ്ത് നമ്മൾ മറുപടി എത്ര നാൾ കൊടുക്കും? നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവർ പറയുന്ന ഈസയാണ് നമ്മുടെ യേശു എന്നുള്ളത് കൊണ്ടല്ലേ ഈ തർക്കം. ഇത് രണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. പിടികിട്ടിയില്ലേ? ഇവർ പറയുന്ന അള്ളയാണ് നമ്മുടെ യഹോവ എന്ന് പറയുന്നതുകൊണ്ടല്ലേ ഈ യഹോവ ആരാന്ന് പറഞ്ഞ തർക്കം. ഇവർ പറയുന്ന ആദം നമ്മുടെ ആദമാന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. ഇവർ പറയുന്ന ഇബ്രാഹിം നമ്മുടെ അബ്രഹാം എന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. ഇവർ പറയുന്ന മൂസ നമ്മുടെ മോശ എന്നുള്ളതുകൊണ്ടല്ലേ തർക്കം. എടാ ഈ തമ്മിൽ ഒരു ബന്ധമില്ലടാ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, മിണ്ടാണ്ട് പോടാ എന്ന് പറയാൻ കണ്ടെത്തിയൊരു മെത്തേഡാണ് ബൈബിൾ പറയുന്ന ആദമല്ല ഖുറാനിലെ ആദം, ബൈബിൾ പറയുന്ന മൂസയല്ല ഖുറാനിലെ മൂസ, ബൈബിൾ പറയുന്ന ഇബ്രാഹിം അല്ല ഖുറാനിലെ ഇബ്രാഹിം, ബൈബിൾ പറയുന്ന ഈസയല്ല ഖുറാനിലെ ഈസ. അങ്ങോട്ട് ബന്ധം കട്ടാക്കി. അപ്പോൾ തർക്കിക്കേണ്ട കാര്യമില്ല, ചോദ്യം വേണ്ട, ഉത്തരം വേണ്ട, സംഭവം എളുപ്പമായില്ലേ? ഇങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ ജനങ്ങളിലെ ബോധവൽക്കരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സൂത്രമാണ് രണ്ടും രണ്ടാണ് എന്ന പഠനം. ശരിക്കും ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യാനി പഠിപ്പിക്കേണ്ടത്, ഒരാളെക്കുറിച്ച് വളരെ മോശമായി മുഹമ്മദ് എഴുതി പിടിപ്പിച്ചതാണ് ഖുറാനിൽ കാണുന്ന കഥാപാത്രങ്ങൾ എന്ന് വേണം പറയാൻ. ഇത് രണ്ടും രണ്ടാണ് എന്ന് പറ എന്ന് പറഞ്ഞ് എന്നെ തല്ലിയോ നാട്ടുകാരെ തല്ലിയോ ഒന്നും കാര്യമില്ല. രണ്ടും രണ്ടാണോ ഒന്നാണോ എന്നതല്ല വിഷയം. ഖുറാനിൽ പറഞ്ഞ കഥാപാത്രങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന വിഷയം. 100% തെറ്റാണ്. ഐ റിപ്പീറ്റ്, 100% അതിലപ്പുറം അതിൽ പറഞ്ഞത് മുഴുവനും തെറ്റാണ് എന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ഇച്ചിരി അപ്പോളജറ്റിക്സ് മിനിസ്ട്രി ചെയ്ത എല്ലാവർക്കും കാര്യങ്ങൾ നന്നായി അറിയാം. പിന്നെ ഈ രണ്ടും രണ്ട് എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് എന്ത് ഗുണമാണ് സുഹൃത്തുക്കളെ? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് നൂതന അപ്പോളജറ്റിക് മിനിസ്ട്രിയോട് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രൂത്ത് ഫൈറ്റേഴ്സ് പോലെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളോട് ഞാൻ ഒരിക്കലും അവർക്കൊന്നും എതിരെ ഒന്നും ഒരു സ്ഥലത്തും ഉണ്ടാറില്ല. എന്നെ എല്ലാ തരത്തിലും അതിക്രമിക്കുമ്പോഴും എന്തൊക്കെ എഴുതി പിടിപ്പിച്ചാലും ഞാൻ ഒരിക്കലും അവർക്കെതിരെ എവിടെയും അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതുകയോ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ പേര് പരാമർശിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചെയ്യുന്ന മിഷൻ വർക്ക് അത്രയും ആഴമായതാണ്. എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിമീങ്ങൾ കുറേ ചോദിച്ചുകൊണ്ടിരുന്നു, നമ്മൾ ഉത്തരം കൊടുത്തുകൊണ്ട് മടുത്തിട്ട് അവസാനം നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഈ മിഷണറിമാർ ഒരു നല്ല കാര്യം ചെയ്തു. തിരിച്ച് മുസ്ലിമീങ്ങളോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മുഹമ്മദ് ആരാ? അള്ള ആരാ? അള്ളാഹ്ക്ക് എത്ര മക്കളുണ്ട്? അള്ളാഹിൻ്റെ രൂപം എന്താ? അള്ള എവിടെയാ ഉള്ളത്? അള്ള ഇനി എന്ന് വരൂടാ? അള്ള മിണ്ടുവാടാ? തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ തുരുതുരാന്ന് തൊടുത്തു വിട്ടപ്പോൾ സ്നേഹസംവാദക്കാർ ഏതൊക്കെയോ മാളത്തിൽ ഒളിച്ചു പോയി. ഇപ്പോൾ അവന്മാരുടെ അഡ്രസ്സിൽ എവിടെയും കാണാനില്ല, തീർന്നു, കാറ്റുപോയി. അപ്പോൾ എനിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സും സ്പെഷ്യൽ കൺഗ്രാജുലേഷനും. എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്കെല്ലാ ഈ മിഷനറിമാരോടും പറയാനുണ്ട്, തിരിച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയതാണ് വിജയം. ഇന്ന് ലോകം മുഴുവൻ എവിടെ കണ്ടാലും ഈ ഒരു പർട്ടിക്കുലർ തീവ്രവാദ സ്വഭാവമുള്ള മതക്കാരോട് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതെന്താ? ഇതെന്താ? ആളെത്ര കെട്ടി? ഇയാളെത്ര കെട്ടി? എന്താ അങ്ങനെ ചെയ്ത്? ഇത് കുഞ്ഞായിരുന്നില്ലേ? എന്നൊക്കെ തിരിച്ച് ചോദ്യം ചെയ്ത് ഒതുക്കി എന്നുള്ളതൊരു വലിയ നല്ല കാര്യമാണ്. അതിനിടയിൽ ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞ് നമ്മൾ പരസ്പരം തല്ലുപിടിക്കുന്നതിന് പകരം ഇത് ഡിസ്റ്റോർട്ടഡ് വേർഷൻ ആണെന്നുള്ള സത്യം തന്നെ അങ്ങ് തുറന്നു പറയുന്നതല്ലേ നല്ലത്. എന്തിനാണ് നമ്മളൊരു നുണക്കഥ, അതായത് കർത്താവിൻ്റെ ദൈവത്വത്തെ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് നുണ പറയേണ്ട അവസ്ഥ വേണോ? എൻ്റെ ചിന്തയാണ് കേട്ടോ. നമ്മൾ എന്തിനാ നുണ പറയുന്നത്? ഈശോ എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇത്രയും നുണകൾ കെട്ടിപ്പടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അല്ലാഹ് ദൈവമല്ല, അത് യഹോവയല്ല. പക്ഷേ ഇന്ന കാരണം കൊണ്ട് അല്ലാഹ് എന്നുള്ളത് അറബി ബൈബിളിൽ വന്നുപോയി. പിന്നെ ഖുറാനിൽ കാണുന്ന ഒരൊറ്റ ബിബ്ലിക്കൽ കഥാപാത്രവും ബൈബിളിലുള്ള ആളുടെ യഥാർത്ഥ സ്വഭാവമല്ല. അവർ ഡിസ്റ്റോർട്ട് ചെയ്തുണ്ടാക്കിയൊരു കഥയാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. അതല്ലേ സത്യവും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പേര് എന്നെ ഉപദ്രവിക്കുന്നത്, അത് പ്രത്യേകിച്ച് കത്തോലിക്കരായ ചില ലേ മിഷണറിമാരാണ്. അവർക്ക് ഓൾറെഡി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കടുത്ത അസൂയാണ്. മാരിയോ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഓടിപ്പടിഞ്ഞ് എത്താത്തതിൻ്റെ കടുത്ത അസൂയാണ്. പിന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ. അതിലൊരാൾ നിർബന്ധം പിടിക്കുന്നത് അള്ള പിശാചാണെന്ന് മാരിയോ പറയണം, അല്ലാത്ത കാലത്തോളം അവൻ മൗദൂദിയാണ്. ശ്രദ്ധിക്കണേ, അള്ള, അതായത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന സർവശക്തനായ അവരുടെ ദൈവം അള്ള പിശാചാണെന്ന് ഞാൻ പറയാത്ത കാലത്തോളം ഞാൻ മുസ്ലിമീങ്ങളുടെ ചാരനാണ് എന്നാണ്. ഇതാണിപ്പോൾ എല്ലാവരുടെയും പ്രചരിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം,
ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? സത്യത്തിൽ ഞാൻ ക്രിസ്ത്യാനിയാണോ, ഞാൻ ചാരനാണോ എന്ന് അറിയൽ തന്നെയാണോ? ഇനി അല്ല എങ്കിൽ ഒരു വലിയൊരു മതവർഗീയത കേരളത്തിൽ സൃഷ്ടിച്ച് പരസ്പരം ജനങ്ങളെ തല്ലിച്ച് ചോര വീഴുന്ന ഒരു സാഹചര്യം കാണാനാണോ? പെട്ടെന്ന് മാരിയോയെ അങ്ങ് തീർത്ത് കളയാന്നുള്ള ലക്ഷ്യമാണോ? എന്താണ് ലക്ഷ്യം? എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇതിനർത്ഥം അള്ള പിശാചാണെന്ന് മാരിയോ പറയൂല എന്നല്ല. ശ്രദ്ധിച്ച് കേൾക്കണം, മാരിയോ പറയൂല എന്നല്ല. മാരിയോ പറയും. എപ്പോഴാ പറയുമെന്ന് കേട്ടോ. എന്തെങ്കിലും കേരള മെത്രാൻ സമിതി ഒരു മീറ്റിംഗ് കൂടിയിട്ട്, സിനഡ് കൂടിയിട്ട് അസന്നിഗ്ധമായി അള്ളാഹു ഷാത്താനാണ് എന്ന ഒരു സർക്കുലർ ഇറക്കിയാൽ അത് എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ വായിക്കുന്ന നിമിഷം ഞാനും പ്രസംഗിക്കും. ആ സെക്കൻഡ് പ്രസംഗിക്കും അള്ള പിശാചാണ്. കാരണം ഞാൻ എൻ്റെ പരിശുദ്ധ സഭയ്ക്ക് വിധേയനായി ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇനി പഠിപ്പിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം കത്തോലിക്ക സഭ ഇൻക്ലൂസീവ് നേച്ചറുള്ള ഒരു സഭയാണ്. സിനഡാലിറ്റി അത് അകത്തോലിക്കരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് ക്രിസ്ത്യാനികളെ രണ്ടായിട്ട് നമുക്കൊന്ന് തരംതിരിച്ച് കാണാം. ക്രിസ്ത്യാനികളിൽ വിശ്വാസികളുണ്ട്. വിശ്വാസികൾ പൊതുവെ അകത്തോലിക്കരും അല്ലെങ്കിൽ കത്തോലിക്കരുമായ മിഷണറിമാരെല്ലാം തീഷ്ണതയുള്ള വിശ്വാസികളാണ്. കർത്താവിനെ പ്രതി കത്തിജ്വലിക്കുന്നവരാണ്. കർത്താവിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ്. ഞാൻ അവരെല്ലാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ കത്തോലിക്ക സഭയുടെ പ്രത്യേകത ആ വിശ്വാസ തീഷ്ണത കൊണ്ട് ഇവർക്കുണ്ടാവേണ്ട ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവരിൽ വിശുദ്ധി ഉണ്ടാകണം. ഇവർ വിശുദ്ധരായി മാറണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിശുദ്ധിയാണ് ഉണ്ടാകുക. തീഷ്ണത ഇല്ലെന്നല്ല, വിശുദ്ധമായൊരു ജീവിതം ഉണ്ടാവും. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരി എങ്ങനെ പറയുന്നു എന്നവർ ചിന്തിക്കും. ഞാൻ അള്ള പിശാചാണെന്ന് പരസ്യമായി പറഞ്ഞ് മറ്റുള്ളവരുടെ മതത്തെ വേദനിപ്പിച്ച്, വികാരത്തെ വേദനിപ്പിച്ച് സമൂഹത്തിൽ വഴക്കുണ്ടാക്കുന്ന ഒരാളായി മാറുന്ന മിഷണറിയാണ് ഞാനെങ്കിൽ എനിക്ക് വെറും വിശ്വാസമേ ഉള്ളൂ, സ്നേഹമില്ല. ഐ റിപ്പീറ്റ്, വിശ്വാസമേ ഉള്ളൂ, സ്നേഹമില്ല. യഥാർത്ഥ മിഷണറിമാർക്ക് സ്നേഹം വേണം. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവാകുന്ന തലയിലേക്ക് വളരാനാണ് പൗലോസ്ലീഹ എഴുതി വെച്ചത്. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ആരോട് സംസാരിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തെയോ വികാരത്തെയോ വിചാരത്തെയോ ആശയങ്ങളെയോ വ്രണപ്പെടുത്തി വേദനിപ്പിക്കാതെ സത്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും തല്ലുപിടിച്ച് രണ്ടുപേരും കയ്യോ കാലോ പൊട്ട് റോട്ടിൽ കിടക്കാമെന്ന് വിചാരിക്കും. ഫിലോകാലിയ, അതായത് നന്മ, വിശുദ്ധി, സ്നേഹം മൂലം ദൈവത്തെ അനുഭവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഞങ്ങൾ മിക്കവാറും രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മുസ്ലിമിനെയും കൊണ്ടുപോകും, ക്രിസ്ത്യാനിനെയും കൊണ്ടുപോകും, ഹിന്ദു ഉണ്ടെങ്കിൽ അവനെയും കൊണ്ടുപോകും. 3 പേരെയും ഞങ്ങൾ ചികിത്സിക്കും. 3 പേർക്കും മരുന്ന് കൊടുക്കും, 3 പേർക്ക് ആഹാരം കൊടുക്കും, 3 പേർക്കും ഭക്ഷണം കൊടുക്കും, 3 പേർക്കും വസ്ത്രം കൊടുക്കും. കാരണം ഈ കണ്ട എല്ലാ മനുഷ്യരും പല മതത്തിലാണ് വിശ്വസിക്കുന്നത്, പല ദൈവത്തെയാണ് ആരാധിക്കുന്നത്. എങ്കിലും എനിക്കൊരു കാര്യം അറിയാം, ഇവരെല്ലാം സൃഷ്ടിച്ചത് എൻ്റെ പിതാവായ ദൈവം തന്നെയാണ്. ഐ റിപ്പീറ്റ്, ഇവരെല്ലാം സൃഷ്ടിച്ചത് എൻ്റെ പിതാവായ ദൈവമാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഒരർത്ഥത്തിൽ എൻ്റെ അപ്പൻ്റെ മക്കളായതുകൊണ്ട് അവർ ആരെ ആരാധിക്കുന്നു എന്നതൊന്നും എന്നെ ബാധിക്കില്ല. അവർ കഷ്ടപ്പെട്ടാൽ ഞാൻ പോയി സഹായിക്കും. അവർ കഷ്ടപ്പെടാതിരിക്കാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും. കാരണം ദേ ആർ ഹ്യൂമൻ ടു. അവരെൻ്റെ അപ്പൻ്റെ മക്കളാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇത് കത്തോലിക്കിന് കിട്ടുന്ന ഒരു ബോധ്യമാണ്. സഹജീവികളോട് കരുണ എന്നല്ല. പാഷൻ ഫോർ ഗോഡ് ഈസ് കമ്പാഷൻ ഫോർ ഹ്യൂമാനിറ്റിയാണ്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന തന്നെ പാഷൻ ഫോർ ഗോഡ് കൂടിയിട്ട് ക്രൂവൽറ്റി ടു ഹ്യൂമാനിറ്റി. കാണുന്നവനെല്ലാം തെരുവിളിച്ചാൽ എനിക്കൊരാശ്വാസം. ഞാനൊരു മിഷണറിയാണെന്ന് അറിയുന്ന എപ്പോഴാണെന്നറിയോ? മൈക്ക് എടുത്ത് വെച്ചു, അല്ലെങ്കിൽ ഇതേപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്നിരുന്ന് എല്ലാവരും അങ്ങോട്ട് തെറി പറഞ്ഞ് കുറെ അങ്ങ് കളിയാക്കി, കുറെ അങ്ങ് കുറ്റപ്പെടുത്തി, അവരുടെ കരച്ചിലും കണ്ണീരും ഒക്കെ കാണുമ്പോൾ സുഖം കിട്ടുമ്പോൾ പറയാണ് ഞാൻ മിഷണറിയാണെന്ന്. തെറ്റില്ല, നിങ്ങളുടെ തീഷ്ണതയാണ്, ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. തീഷ്ണതയെ ഒരിക്കലും ഞാൻ എതിർക്കുന്നില്ല, തീഷ്ണതയെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരു പടിയും കൂടെ മുന്നോട്ട് പോകാവോ? ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങാവോ? ദൈവത്തെ വിശ്വസിക്കുന്നവർ പൊതുവെ സ്വാർത്ഥരായിരിക്കും, കാര്യം നടക്കാൻ വേണ്ടിയുള്ള വിശ്വാസമായിരിക്കും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർ നിസ്വാർത്ഥരായിരിക്കും. ദൈവത്തിന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ദൈവം, ഞാൻ നിനക്ക് ഇന്ന് എന്ത് ചെയ്യണം? നീ ഇന്ന് എവിടെയോ പട്ടിണി കിടക്കുന്നത്, നീ 4 രൂപത്തിലെ വസ്ത്രമില്ലാതിരിക്കുന്നത്, നീ 4 രൂപത്തിലെ വീടില്ലാതിരിക്കുന്നത്, നീ 4 രൂപത്തിലെ മരുന്നില്ലാതിരിക്കുന്നത്, ഞാൻ എവിടെ വന്നാൽ നിന്നെ സഹായിക്കേണ്ടേ എന്നൊരു ചിന്ത വരും. കാരുണ്യത്തിൻ്റെ മുഖം. അതെനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ ഈ നൂതന ശുശ്രൂഷകരിൽ അതിച്ചിരി കുറഞ്ഞതാണ് പൊതുവേ ഉള്ള പ്രശ്നം. നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കർത്താവിൻ്റെ മുമ്പ് പോയിരുന്നിട്ട്, സക്രാരിയിൽ വിശ്വസിക്കുന്നവർ പള്ളിയിൽ പോയിരിക്കുക, അല്ലാത്തവർ ഏതെങ്കിലും രൂപത്തിന് മുമ്പിൽ, ഇനി ഒന്നിലും വിശ്വസിക്കാത്ത ബന്ധക്കുസ്ഥാണെങ്കിൽ ഏതെങ്കിലും റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചോദിക്കുക, ആം ഐ റൈറ്റ്? എൻ്റെ ഉള്ളിൽ കരുണയുണ്ടോ? എൻ്റെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളിൽ ക്രിസ്തു രൂപപ്പെടുക എന്നുള്ളതല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ അങ്ങേയറ്റം അല്ലേ? ക്രിസ്തു രൂപപ്പെട്ടാൽ നമ്മളിങ്ങനെ എല്ലാവരെയും തെറിയും പറഞ്ഞ് അവരുടെയൊക്കെ കുറ്റവും കൊണ്ട് അവരുടെയൊക്കെ ടോക്കിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കട്ട് ചെയ്തെടുത്ത് കളിയാക്കി അങ്ങനെ പോകില്ലല്ലോ നമ്മൾ. മിഷണറിമാരെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കില്ലേ? എനിക്ക് എൻ്റെ സഹ മിഷണറിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് സഭയിലായാലും
മാരിയോയോട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വിഷമം എപ്പോഴെങ്കിലും തോന്നിയാൽ, ഐ റിപ്പീറ്റ്, എവിടെയെങ്കിലും എന്തെങ്കിലും വിഷമം എപ്പോഴെങ്കിലും തോന്നിയാൽ നമുക്ക് നേരിട്ട് സംസാരിച്ചു. ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് സൗമ്യമായി നമുക്ക് തിരസ്കരിച്ച് മുന്നോട്ട് പോയിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ ഒരു വൈരാഗ്യം പരസ്പരം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. വൈരാഗ്യത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല. വെറുപ്പിൻ്റെ ആത്മാവ് ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല. വെറുപ്പിൻ്റെ സുവിശേഷം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക തന്നെയാണ് ക്രിസ്തുവിൻ്റെ വഴി. അതെനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ മനസ്സിലാവുന്നത് നല്ല കത്തോലിക്കർക്കാണ്. ആ കത്തോലിക്കരിലെ തീഷ്ണമതികളായ മിഷണറിമാർക്ക് പലപ്പോഴും അത് മനസ്സിലാവുന്നില്ല. പക്ഷേ ജീവിതം, ഒരു കൂദാശ ജീവിതം നയിക്കുന്ന കത്തോലിക്കിന് ദൈവസ്നേഹത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാവും. ഓരോ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്ന് യേശുവിൻ്റെ ശരീരം ഇങ്ങനെ മുറിച്ച് നമുക്ക് തരുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാനൊരു കുർബാനയാകുക എന്ന് പറഞ്ഞാൽ എന്നെയും ഞാൻ മുറിച്ച്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ സമയം ഒക്കെ ഞാൻ മുറിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് വീതിച്ചു കൊടുക്കുന്നതല്ലേ കുർബാനയാകുക എന്ന് പറഞ്ഞാൽ. അതെനിക്ക് തോന്നുന്ന കത്തോലിക്കർക്കാണ് കുറച്ചും കൂടെ ആഴമായി മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ ഞാൻ ഇത്ര നേരം സംസാരിച്ചതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. അള്ളയാണ് യഹോവ എന്ന വിശ്വാസം മാരിയോയ്ക്കില്ല. ബൈബിളിലുള്ള എല്ലാ കഥാപാത്രങ്ങളും തന്നെയാണ് ഖുർആനിലുള്ളത് എന്ന വിശ്വാസം മാരിയോയ്ക്കില്ല. മറിച്ച് മാരിയോയ്ക്കുള്ള വിശ്വാസം എന്താണെന്നറിയോ? യഹോവയെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഒരു കുലദൈവത്തിന് ആ പേരും ആ സ്വഭാവ വിശേഷണങ്ങളും കൊടുത്തതാണ്, അല്ലെങ്കിൽ കൊടുക്കപ്പെട്ടതാണ് അള്ളാഹ്. അതുപോലെ തന്നെ ബൈബിളിലുള്ള ഓരോ പ്രവാചകന്മാരുടെയും വിശേഷണങ്ങൾ അറബികളുടെ ടേസ്റ്റിനും മുഹമ്മദ് നബിയുടെ കുതന്ത്രത്തിനും ഉപകാരപ്പെടുന്ന തരത്തിൽ ഡിസ്റ്റോർട്ട് ചെയ്തുണ്ടാക്കിയ കഥാപാത്രങ്ങളാണ് ഖുർആനിലുള്ളത്. ഇത് രണ്ടും രണ്ടാണ് എന്ന് തർക്കിച്ച് നമ്മൾ സമയം കളയുന്നതിന് പകരം അത് ഡിസ്റ്റോർട്ടഡ് ഒരു വേർഷനാണെന്ന് തുറന്ന് സമ്മതിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നമുക്ക് ഓരോരുത്തർക്കും നല്ലത്. ഇതിന് അടുത്ത പാർട്ടുണ്ടാകും. ഇതൊരു ടോക്കിൽ നിൽക്കില്ല. ഒരുപാട് ടോക്കുകൾ കണ്ടിന്യൂസ് ആയി ഇതുമായി ബന്ധപ്പെട്ട് വരും. സംശയ നിവാരണത്തിനും ഓരോ ടോക്കുകൾ കഴിയുമ്പോഴും ഇനി അങ്ങോട്ട് അവസരങ്ങളുണ്ടാകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ ദൂരീകരണമോ ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. അവസാനമായി നിർത്തുന്നതിൻ്റെ മുമ്പ്, ഈ ഫസ്റ്റ് ടോക്ക് നിർത്തുന്നതിൻ്റെ മുമ്പ് കേരള മെത്രാൻ സമിതിയോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, പറ്റുമെങ്കിൽ ഈ സിസ്റ്റമാറ്റിക് തിയോളജി സഭയിൽ വളർന്നത് എങ്ങനെയെന്നറിയാമല്ലോ. ഇപ്പോൾ ഇതൊരു കാലഘട്ടമാണ്. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ആഗോള സഭ ഇസ്ലാമിൻ്റെ ദ്രോഹം ഏറ്റുവാങ്ങുന്ന ഈ ഒരു കാലത്ത്, അത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഇതൊരു ടെൻഷനായിരിക്കുകയാണ്. ഈ സമയത്ത് ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ഡയലോഗ് ഒഫീഷ്യലി തുറക്കേണ്ടത് ആവശ്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു KCBC മുൻകൈയെടുത്ത് കത്തോലിക്കരായ കുറച്ച് പിതാക്കന്മാരും വൈദികരും ആൽമായരും ചേരുന്ന കുറച്ച് പേര് ഈ ഒരു അപ്പോളജറ്റിക് മിനിസ്ട്രിക്ക് വേണ്ടി സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായും മറിച്ചു ചോദിക്കേണ്ട ചോദ്യങ്ങളായും ഒരു സ്നേഹ സംവാദത്തിലൂടെ കുറേയും കൂടെ സൗമ്യമായൊരു സമീപനം, മതസൗഹാർദ്ദപരമായൊരു സമീപനം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാലഘട്ടം അതിക്രമിച്ചു പോയി. സാധിക്കുന്നതും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ നോ പറയേണ്ടടുത്ത് നോ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, തിരുത്തേണ്ടടുത്ത് തിരുത്തണം, തിരുത്തപ്പെടേണ്ടടുത്ത് തിരുത്തപ്പെടണം. പക്ഷെ അതേ സമയത്ത് ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ച സ്നേഹത്തിൽ സത്യം സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയായി മാറട്ടെ.